ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ഫ്രീഡം 251 മേക്കർ മോഹിത് ഗോയലിനെ 200 കോടി രൂപയുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഫ്രോഡ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡീലിംഗ് ലോകത്തിലെ ആദ്യത്തെ വൈഫൈ 6 അഡാപ്റ്ററും വൈഫൈ 6 AI മെഷ് റൂട്ടറും CS 2021 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഗിയർ നൈറ്റ്വാക്ക് RA-XE500 വൈഫൈ 6E റൂട്ടർ, നൈറ്റ്വാക്ക് M5 5G അൺലോക്ക്ഡ്, പിന്നെ നെറ്റ്ഗിയർ LM1200, നൈറ്റ്വാക്ക് LAX20 എന്നീ പ്രോഡക്ട്സ് CS 2021 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബെൽക്കിൻ സൗണ്ട് ഫോം ഫ്രീഡം TWS ഇയർബഡ്സും പിന്നെ ബൂസ്റ്റ് ചാർജ് പ്രോ 2-in-1 വയർലെസ് ചാർജർ സ്റ്റാൻഡും CS 2021 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്റലിന്റെ പുതിയ DG2 ഗ്രാഫിക്സ് ചിപ്പ് വരാൻ പോകുന്നു. ഇതിൽ TSMCയുടെ A9 പ്രോസസ്സർ വരുമെന്നാണ് റിപ്പോർട്ട്. ഇന്റലിന്റെ 11th ജനറേഷൻ ടൈഗർ ലേക്കിന്റെ പുതിയ 50ഓളം CPUകൾ CS 2021 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ 14nm റോക്കറ്റ് ലേക്ക് ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ള Core i9-11900K പ്രിവ്യൂ ചെയ്തിട്ടുണ്ട്. TCL മൂവ് ഓഡിയോ S600 TWS CS 2021 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 8 മണിക്കൂർ ബാറ്ററി ബാക്കപ്പാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൽ IP54 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് €149 ആണ്, അതായത് ഏകദേശം 13,200 രൂപ. ലെനോവോ തിങ്ക്പാഡ് X1 ടൈറ്റാനിയം യോഗ, തിങ്ക്പാഡ് X12 ഡിറ്റാച്ചബിൾ, തിങ്ക്പാഡ് X1 കാർബൺ Gen 9, X1 യോഗ Gen 6 എന്നീ ലാപ്ടോപ്പുകൾ CS 2021 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. LG പുതിയ 2021 OLED TV ലൈനപ്പുകളും അതുപോലെ 4K മോണിറ്ററും CS 2021 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫോസിൽ Gen 5 LTE, മൈക്കിൾ കോർസ് ആക്സസ് Gen 5e, സ്കീഗൺ ജോൺ ഹൈബ്രിഡ് HR എന്നീ സ്മാർട്ട് വാച്ചുകൾ CS 2021 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോണി എയർപിക് ഡ്രോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫുൾ ഫ്രെയിം ആൽഫ ക്യാമറ വരുന്നുണ്ട്. അമേസ്ഫിറ്റ് GTR 2e, GTS 2e എന്നീ സ്മാർട്ട് വാച്ചുകൾ ഇന്ത്യയിൽ ഈ മാസം ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ആൻഡ്രോയിഡ് 12 ആപ്പ് ഹൈബ്രിനേഷൻ എന്ന പുതിയ ഫീച്ചർ വരുമെന്നാണ് റിപ്പോർട്ട്. PlayStation 5 ഇന്ത്യയിലെ പ്രീ ഓർഡറിൽ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുകയാണ്. റിയൽമി ബിയർഡ് ട്രിമ്മർ നിയോ എന്ന പുതിയ ട്രിമ്മർ TUV റെയിലൻ സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 2020 ഫോർത്ത് ക്വാർട്ടറിൽ PC സെയിൽ 25% കൂടി എന്നാണ് റിപ്പോർട്ട്. സാംസങ് വയർലെസ് ചാർജർ Duo 2ൻ്റെയും അതുപോലെ തന്നെ Pad 2ൻ്റെയും ഇമേജ് ലീക്കായിരിക്കുകയാണ്. NVIDIA ലാപ്ടോപ്പുകൾക്ക് വേണ്ടിയിട്ട് NVIDIA GeForce RTX 3060, RTX 3070, RTX 3080 എന്നീ ഗ്രാഫിക്സ് കാർഡുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഡെസ്ക്ടോപ്പുകൾക്ക് വേണ്ടിയിട്ട് GeForce RTX 3060 GPU ലോഞ്ച് ചെയ്തിട്ടുണ്ട്. CS 2021 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. AMD Ryzen 5000 ലാപ്ടോപ്പ് CPU, മൊബൈൽ RDNA-Z Radeon GPU പിന്നെ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഡെസ്ക്ടോപ്പ് GPUകളും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. CS 2021 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Asus ROG Flow X13 അൾട്രാ പോർട്ടബിൾ ഗെയിമിംഗ് ലാപ്ടോപ്പ്, Strix Car 17 പിന്നെ Zephyrus Duo 15 SE എന്നീ ലാപ്ടോപ്പുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. CS 2021 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. റെഡ്മി 9 പ്രൈമിൽ ഇന്ത്യയിൽ MIUI 12 അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഓപ്പോ എൻകോ X ട്രൂ വയർലെസ് നോയ്സ് ക്യാൻസലിംഗ് ഇയർഫോൺ ഇന്ത്യയിൽ ജനുവരി 18 ലോഞ്ച് ചെയ്യും. ഇതിൽ 44 mAh ബാറ്ററിയാണ് ഓരോ ഇയർബഡിലും വരുന്നത്. പിന്നെ ചാർജിംഗ് കേസിൽ 535 mAh ബാറ്ററി വരുന്നുണ്ട്. ഇതിൽ IP54 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ചൈനയിൽ ഇത് ലോഞ്ച് ചെയ്തത് ഏകദേശം 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഷവോമിയുടെ പുതിയ റെഡ്മി ബുക്ക് പ്രോ വരാൻ പോകുന്നു. ഇതിൽ 11th ജനറേഷൻ ഇന്റൽ കോർ ടൈഗർ ലേക്ക് H സീരീസിൽ വരുന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. ഇത് അടുത്ത മാസം ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. Exynos 2100 എന്ന പ്രോസസ്സർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് 5nm പ്രോസസ്സർ ആയിരിക്കും. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ Cortex X1ൻ്റെ 2.9 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു കോറും പിന്നെ Cortex A78ൻ്റെ 3 കോറുകളും പിന്നെ Cortex A55ൻ്റെ 4 കോറുകളും വരുന്നുണ്ട്. Exynos 990 എന്ന പ്രോസസ്സറിനേക്കാളും 30% ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഇതിൽ വരും. പിന്നെ Mali G78 എന്നുള്ള GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU പെർഫോമൻസ് 40% ബെറ്റർ ആയിരിക്കും. പിന്നെ സാംസങ് S21 സീരീസിലെ ഈ പ്രോസസ്സർ ആയിരിക്കും വരിക. സാംസങ് S21 സീരീസിൻ്റെ പുതിയ ടീസർ വന്നിരിക്കുകയാണ്. ഇതിൽ ക്യാമറ ടീസ് ചെയ്തിട്ടുണ്ട്. ജനുവരി 14 സാംസങ് S21 സീരീസ് ലോഞ്ച് ചെയ്യുന്നത്. സാംസങ് S21 സീരീസിൽ 3 ഫോണുകളായിരിക്കും വരിക. സാംസങ് S21, സാംസങ് S21 പ്ലസ് പിന്നെ സാംസങ് S21 അൾട്ര. സാംസങ് S21 സീരീസിൻ്റെ പുതിയ ഒഫീഷ്യൽ ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ്. വാട്ട്സ് ഇൻ ദി ബോക്സിൽ ചാർജർ കൊടുത്തിട്ടില്ല.
ആപ്പിൾ ഐപാഡ് പ്രോയുടെ 11 ഇഞ്ചിൻ്റെയും അതുപോലെ 12.9 ഇഞ്ചിൻ്റെയും വെർഷൻസിൻ്റെ CAD റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ പഴയതിൽ നിന്നും കാര്യമായിട്ട് മാറ്റം കാണുന്നില്ല. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഫിംഗർ പ്രിന്റ് സെൻസറും കൂടി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ മിനി LED ഡിസ്പ്ലേ ആയിരിക്കും വരിക. MI 10i ഫസ്റ്റ് സെയിലിൽ 200 കോടിയോളം രൂപയുടെ ബിസിനസ് ചെയ്തു എന്നാണ് റിപ്പോർട്ട്. LG അവരുടെ റോളബിൾ ഡിസ്പ്ലേ ഇക്കൊല്ലം ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം കൺഫേം ചെയ്തിരിക്കുകയാണ്. വിവോ X60 Pro Plusന്റെ പുതിയ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഫോണിന്റെ പിന്നിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളാണ് കാണിക്കുന്നത്. പിന്നെ സൂയിസ് ഒപ്റ്റിക്സിന്റെ ബ്രാൻഡിങ്ങിലുള്ള ക്യാമറ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഹുവാവെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയുമായിട്ട് വരുന്ന ഫോണിന്റെ ഡിസൈന് പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫോണിന്റെ ഫ്രണ്ടിൽ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ടോപ്പ് ഫ്രെയിമിന്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ജനുവരി 20 ലോഞ്ച് ചെയ്യാൻ പോകുന്ന മീഡിയാടെക്കിന്റെ പുതിയ പ്രോസസ്സർ മീഡിയാടെക് ഡിമെൻസിറ്റി 1200 എന്ന പ്രോസസ്സർ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യും. ഹോണർ V40 എന്ന ഫോണിന്റെ ഡിസ്പ്ലേയിൽ 1 ബില്യൺ കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട്. ജനുവരി 18 ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഈ ഫോണിൽ 6.72 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 1000+ എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ 45 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. ഹുവാവെ P50 സീരീസിന്റെ ഗ്ലോബൽ വെർഷനിലെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ ഹാർമണി OS സോഫ്റ്റ്വെയറുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുമെന്നാണ് റിപ്പോർട്ട്. സാംസങ് നോട്ട് 21 അൾട്രയിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ വരുമെന്നാണ് റിപ്പോർട്ട്. സാംസങ്ങിന്റെ പുതിയൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇതിൽ പുതിയൊരു ഫോൺ കാണിക്കുന്നുണ്ട്. ഇതിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ഫോൺ സാംസങ് നോട്ട് 21 അൾട്ര ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ബ്ലാക്ക് ഷാർക്ക് 4 എന്ന ഫോണിന്റെ ആൻതുതു സ്കോർ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫോണിന് 7,88,505 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 4500 mAh ബാറ്ററിയും അതുപോലെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഓപ്പോ ഫൈൻഡ് X3 പ്രോയുടെ പുതിയ ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. ഇതിൽ ഫോണിന്റെ പിന്നിൽ പുതിയൊരു ക്യാമറ മോഡ്യൂൾ ഡിസൈനാണ് കാണിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ആൽക്കാട്ടലിന്റെ ആൽക്കാട്ടൽ 3L 2021, ആൽക്കാട്ടൽ 1S 2021, ആൽക്കാട്ടൽ 1L 2021 എന്നീ ഫോണുകളും ആൽക്കാട്ടൽ 1T7 വൈഫൈ എന്ന ടാബ്ലറ്റും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ആൽക്കാട്ടൽ 3L 2021 6.52 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിന്റെ ഹീലിയോ A25 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിന്റെ പിന്നിൽ 48 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ വില വരുന്നത് €149 ആണ്. പിന്നെ ആൽക്കാട്ടൽ 1S 2021 6.52 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പിന്നിൽ 13 മെഗാപിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ വില വരുന്നത് €109 ആണ്. പിന്നെ ആൽക്കാട്ടൽ 1L 2021 6.1 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പിന്നിൽ 13 മെഗാപിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഈ ഫോണിൽ 3000 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിന്റെ വില വരുന്നത് $135 ആണ്. പിന്നെ ആൽക്കാട്ടൽ 1T7 വൈഫൈയിൽ ഫുൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഇതിന്റെ 16GB റാം വെർഷന്റെ വില വരുന്നത് €59 ആണ്. 32GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് €69 ആണ്. വിവോ Y31 എന്ന ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിരിക്കുകയാണ്. ഫുൾ HD റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിന്റെ പിന്നിൽ 48 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരും. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൽ 6GB റാമും 128GB ഇന്റേണലും വരുന്നതായിരിക്കും. MI 11 എന്ന ഫോണിന് FCC സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ 3 മെമ്മറി വേരിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6GB റാമും 128GB ഇന്റേണലും 8GB റാമും 128GB ഇന്റേണലും പിന്നെ 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷൻസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 6.81 ഇഞ്ചിന്റെ ക്വാഡ് HD+ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരും. ഫോണിന്റെ പിന്നിൽ 108 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരും. 4600 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 55 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MI 11 ലൈറ്റ് എന്ന ഫോൺ MI 11ന്റെ ഗ്ലോബൽ ലോഞ്ചിന്റെ കൂടെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്.
സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിലെ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. 4150 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫോണിന്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. മോട്ടറോള നിയോ എന്ന കോഡ് നെയിമിൽ വരുന്ന പുതിയൊരു ഫോൺ FCC സർട്ടിഫിക്കേഷൻ സൈറ്റിലും അതുപോലെ TUV റെയിലൻ സർട്ടിഫിക്കേഷൻ സൈറ്റിലും ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുമെന്ന കാര്യവും അതുപോലെ 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്ന കാര്യവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഈ ഫോണിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 105 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിന്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. പിന്നെ Android 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ചിലപ്പോൾ ഈ ഫോണിന്റെ പേര് മോട്ടറോള എഡ്ജസ് ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവോ Y12s എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.51 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 439 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിന്റെ പിന്നിൽ 13 മെഗാ പിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ വില വരുന്നത് 9990 രൂപയാണ്.